വെൽക്കം ബാക്ക് കേട്ടോ. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് ബ്ലാക്കി വീഡിയോസ് ഇവിടെ ബ്രോ, ബ്ലാക്കി വീഡിയോസ് ഇവിടെ, വണ്ടി അപ്ഡേറ്റ് കാണുന്നില്ലല്ലോ എന്നേ. ഈ പാതിരാത്രി ആയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വരണമെങ്കിൽ ചെറിയൊരു സാഡ് ന്യൂസ് ഉണ്ട്, പിന്നെ ചെറിയൊരു സർപ്രൈസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ നമ്മുടെ ബ്ലാക്കി ബേബി വേക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു മാസത്തിന് മുമ്പായി നമ്മൾ വണ്ടീൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട് സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. ചെറിയൊരു വിഷമമുണ്ട് നമ്മുടെ ബ്ലാക്കി ഫാൻസിന് വേണ്ടി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ചെറുതായിട്ടൊരു വീഡിയോ ഞാൻ പറഞ്ഞുതരാം, ചെറുതായിട്ട് പറയാനുള്ളൂ കേട്ടോ. ചെറിയൊരു കാര്യമാണ്, മേ ബി ബ്ലാക്കിനെ നമ്മളെല്ലാവരും മിസ് ചെയ്യേണ്ട വരും കേട്ടോ. രാത്രി ആയിട്ടുണ്ട്. സോ എന്നാലും സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പ് ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത മച്ചാൻ വരും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമ്മുടെ ഈ ചാനൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ കുറേ പേര് പറഞ്ഞു വ്ളോഗ്സ് വേണം. ഞാൻ ഐസായിട്ട് കുറേ വ്ളോഗ്സ് ഇടാറുണ്ട്. പക്ഷേ വ്ളോഗ്സിന് വരെ ഞാൻ എൻ്റെ മോഡിഫിക്കേഷൻ, ഡ്യൂക്കി മോഡിഫിക്കേഷൻ, എസ്പെഷ്യലി കാർ മോഡിഫിക്കേഷൻ ടൈമിൽ എൻ്റെ ചാനലിൽ കിട്ടിയ റീച്ചോ സപ്പോർട്ടൊന്നും വേറെ ഒരു കണ്ടന്റിനും കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്പെഷ്യലി നമ്മുടെ ബ്ലാക്കിൻ്റെയും ഡ്യൂക്കിൻ്റെയും ഫാൻ ബേസും അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ് കാണാൻ കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടെന്ന്. സോ താങ്ക്സ് ഗൈസ്. നിങ്ങളൊരിക്കലും വിഷമിക്കേണ്ട. പല വണ്ടികളുമായിട്ട് നമ്മളിങ്ങനെ ഇറക്കി നിങ്ങൾക്ക് ആ മോഡിഫിക്കേഷൻ ക്രേസ് എത്ര പിടിച്ചാലും നമ്മൾ പണിയൊന്നും നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മുടെ ബ്ലാക്കിൻ്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എന്താണ് അപ്ഡേറ്റ് എന്ന് കേട്ടോ. നമ്മുടെ ആൾട്ടോ ബേബി അല്ലെങ്കിൽ നമ്മുടെ ബ്ലാക്കിനെ കാണണമെങ്കിൽ ഇതാ കണ്ടോട്ടാ. ലാസ്റ്റ് ലുക്കാണ് നമ്മുടെ ബേബീൻ്റെ. ഇവിടെ ഇങ്ങനെ നൈസായിട്ട് ഇരിപ്പുണ്ട്. അലോയ് വീൽസ്, ബമ്പർ ലിപ്സ്, പിന്നെ നമ്മുടെ സ്പോയിലർ മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇങ്ങനെ ഇൻറ്റീരിയറിലൊക്കെ രാത്രി ആവില്ല, ഇരുടായി. നമ്മുടെ മോമോ സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ നല്ല സെക്സി ബിച്ചായിട്ട് നമ്മുടെ ഇൻറ്റീരിയർ ഇരിപ്പുണ്ട്. അപ്പോൾ കുറേ പേര് അതിൻ്റെ ബ്ലാക്കി വീഡിയോ എന്ത് ചെയ്യുക, ബ്ലാക്കിൻ്റെ പുതിയ മോഡിഫിക്കേഷൻ ഇല്ല, വർക്കില്ല, എന്താന്നൊക്കെ. ആക്ച്വലി ഞാൻ പുതിയ വർക്ക്സ് ഇപ്പോൾ കുറച്ചായിട്ട് എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സായി. അതായത് വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് മുകളിൽ വീണ്ടും നമ്മുടെ സ്പോയിലറൊക്കെ. പിന്നെ പുതിയ വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് അധികം വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത്. ഒരുപാട് പേര് വെയിറ്റിംഗ് ഫോർ ബ്ലാക്കി മോഡിഫിക്കേഷൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പൈസയും മുടക്കിയിട്ടുണ്ട്. പിന്നെ പുതിയ വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് വെറുതെ വീഡിയോ ഇട്ട് വെറുപ്പിക്കാണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഇനി അങ്ങോട്ട് അധികം ബ്ലാക്കി വീഡിയോസ് കാണൂലായിരിക്കും ഒരുപക്ഷെ. അതിന് ചെറിയ കാരണങ്ങളുണ്ട്, ചെറിയൊരു കാര്യങ്ങളെല്ലാം ഇപ്പം നാളെ സംഭവിക്കും. ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ തലേദിവസം അതെന്താണെന്ന് എന്തായാലും പറഞ്ഞുതരാം. കാരണം കുറേ പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്താ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനൊന്നും പറയാണ്ടിരുന്ന കാരണം എങ്ങനെയാണ് എല്ലാ വീഡിയോസും കണ്ടുകൊണ്ടിരുന്നത്. അത്ര ഒരു 5-6 വീഡിയോസ് അടുപ്പിച്ച് ബ്ലാക്കിൻ്റെ വീഡിയോസ് ഇട്ടൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവരൊക്കെ എല്ലാം പറയണ്ടേ. അപ്പോൾ എന്തായാലും സംഭവം എന്താണെന്നും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നൈസായിട്ട്. അപ്പോൾ ഇപ്പോൾ പുതിയ വർക്ക് വന്നത് ലാസ്റ്റ് വീഡിയോയും അല്ലെങ്കിൽ നമ്മുടെ ബ്ലോഗ്സിൽ നോക്കിയാൽ ലാസ്റ്റായിട്ട് ചെയ്ത വർക്കൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ എവിടെയും ചെറിയ എൻജിൻപരമായിട്ടും കുറച്ചും കൂടെ നമ്മൾ പവർ കൂട്ടേണ്ട കാര്യങ്ങളും സ്പാർ പ്ലഗ്, കോഡ് വയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റി അതൊക്കെ മാറ്റുന്ന വീഡിയോ നമ്മുടെ അനിയത്തിൻ്റെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ ഇടയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഇവിടെ കൊടുക്കാം. കുറച്ച് ചെറിയ പൈസയൊക്കെ അങ്ങനെ മുട്ടി നല്ല രീതിയിൽ പൈസയൊക്കെ മുടക്കിയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ നൈസായിട്ട് തന്നെ ഈ വണ്ടീന് ഇപ്പോൾ ചിലപ്പോൾ എന്താ പറയുക കയ്യിലുണ്ടാവില്ല കേട്ടോ. ചിലപ്പോൾ ഇനി ബ്ലാക്കി വ്ളോഗ്സ് ഇപ്പോൾ ചിലവർ ആര് ചോദിച്ചാലും ഫ്രീക്ക് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും പറയും ഒരു ബ്ലാക്ക് വണ്ടിയുള്ള ഒരു യൂട്യൂബർ അല്ലേ ബ്രോ, വണ്ടി അടിപൊളിയാന്ന് ഒരുപാട് പേര് കാണുമ്പോൾ എല്ലായിടത്തും പറയാറുണ്ട്. പക്ഷേ ഇനി എനിക്കറിയില്ല, ചിലപ്പം നാളെ മുതൽ കേട്ടോ ചിലപ്പോൾ ഈ വണ്ടി ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അത് സത്യമായിട്ട് അതങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്താണ് കൊടുത്തതെന്നോ അല്ലെങ്കിൽ എന്താ പോയെന്നോ വന്നേന്നോ സത്യം എല്ലാം കഥകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത്. പക്ഷേ ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ പോലെ ചെയ്ത് പറഞ്ഞതാണ്. സോ എന്തായാലും ഇതിപ്പോൾ അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ആരും ആൾട്ടോ ഫാൻസ് ഒന്നും ഒരിക്കലും വിഷമിക്കണ്ട. ഒരു മുതലിൽ തന്നെ നമ്മൾ ഇറക്കും, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നേരത്തെ ഇരിക്കുന്നില്ല മക്കളെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ആൾട്ടോ ഫാൻസിന് വേണ്ടി എനിക്ക് പറയാനായിട്ടുള്ളത്. പിന്നെ ലാസ്റ്റായിട്ട് എനിക്ക് നമ്മുടെ വണ്ടി കൊണ്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒക്കെ കാണണമെങ്കിൽ ഒരു കുഴപ്പമില്ല, കണ്ടീഷൻ വണ്ടിയാണ്. മൈലേജും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ സെറ്റാക്കിയിട്ട് ഒരുപാട് വർക്കൊക്കെ വണ്ടി ചെയ്തിട്ടുണ്ട്. ഇതാണ് കുറച്ച് രാത്രി കേട്ടോ നമ്മുടെ ബ്ലാക്കി ബേബി. സ്പോയിലർ മാത്രമാണ് ഇപ്പോൾ ഇല്ലാത്ത, ബാക്കി എല്ലാ സാധനം കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ചധികം വെറൈറ്റി സാധനങ്ങൾ ഇനി കുറച്ച് എക്സോസ്റ്റൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എന്താണ് പറയുക, സം സിറ്റുവേഷൻസ് നമ്മുടെ ഹെഡ്ലൈറ്റ്, ബമ്പർ, സൈഡ് സ്കേർട്ട്, മിറർ, മോമോ സ്റ്റിയറിങ്, ഇൻറ്റീരിയറെല്ലാം പിന്നെ ഞാൻ കാണിക്കണ്ടല്ലോ. കാരണം നമ്മുടെ പണ്ട് മുതലുള്ള സബ്സ്ക്രൈബേഴ്സിന് അറിയാമല്ലോ, നല്ല മപ്പായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ വണ്ടി ഓഫാട്ടാ, അല്ലെങ്കിൽ കത്തിയിരുന്നേനെ. അയ്യോ നമ്മുടെ ഹെൽമെറ്റോ ബേബീൻ്റെ അവസ്ഥ എനിക്ക് പറയാനായിട്ടുള്ള. പിന്നെ കുറച്ചധികം പൈസ ഞാൻ തന്നെ വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റി, മൈലേജൊക്കെ കൂട്ടേണ്ട രീതിയിൽ സ്പാർക്ക് പ്ലഗ്, കോഡുകാരൊക്കെ മാറ്റി, ഫുൾ എൻജിൻ ബേസും എല്ലാം ഉള്ള വണ്ടികളെ കട്ടക്കാക്കി. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല, കാരണം ഞാൻ തന്നെ ഉപയോഗിക്കേണ്ടതുകൊണ്ട് തന്നെ വണ്ടി ഒരു പണിയും വരാത്ത വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. പിന്നെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ തന്നെ പൈസ നോക്കാതെ മാറ്റിയൊക്കെ കൊണ്ടിരുന്നതാണ്. ബട്ട് ഇതെങ്ങനെയാണ് അവിടെ എല്ലാ ബേബി ഇങ്ങനെ ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മുടെ ഫ്രീക്ക് KTM അല്ലെങ്കിൽ ഫ്രീക്ക് 80 എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ നമ്മുടെ ബ്ലാക്കി ഫാൻസിനും
ഡെയിലി വീഡിയോസ് നമ്മൾ ഇടാറുണ്ട്, കാറിൻ്റെ എല്ലാം കിടിലം വീഡിയോസൊക്കെ. അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ കമൻറ്റ് ബോക്സിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. കൂടുതൽ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റൊക്കെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് പറയാം. അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ സ്പീഡ് ഗ്യാരേജിലാണല്ലേ. സോ ബ്ലാക്കി ബേബി എൻ്റെ ലൈഫിലെ ഫസ്റ്റത്തെ കാറാണ് എൻ്റെ മുത്ത്. ആ ഫസ്റ്റത്തെ കാറ് തന്നെ ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ട പോലെ തന്നെ എന്നേക്കാൾ കൂടുതൽ പുറത്തുള്ളവരും വീഡിയോസ് കാണുന്നവരും സബ്സ്ക്രൈബേഴ്സും കേരളത്തിൻ്റെ എല്ലാ അറ്റത്തുനിന്നും അന്വേഷിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്പോയിലർ മാത്രം ഇല്ല അല്ലേ, അല്ലേലും ഒരു മുത്ത് ലുക്കാണ് എന്തായാലും ഇല്ലേലും. പക്ഷേ എന്താ പറയുക, ഫസ്റ്റത്തെ കാറായിരുന്നു. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്നെപ്പോലെ തന്നെ എൻ്റെ വണ്ടി ഇഷ്ടപ്പെടാൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടല്ലോ എന്നറിഞ്ഞപ്പോൾ സോ സാറ്റിസ്ഫൈഡ്. ബട്ട് ഇപ്പം ഇങ്ങനെ നോക്കുമ്പം ചെറിയൊരു വിഷമം പോലെ. Everybody knows that I'm breaking down. Everybody knows I ain't faking now. Everybody knows my heart's vacant now. Yeah, she hates me now, I made mistakes but now I don't ever wanna be alone. I don't really ever feel at home. On my own, in the zone, that's the only way I know. Feeling low, about to blow back up. Here I never let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you in. Easier to break it off best friends. I don't really understand myself. I don't really understand, need help. I don't wanna be left on the shelf. Couldn't even hear me if I yelled. It's so cold outside. I'm alone, I'm alright. It's so cold outside. അതൊരു ബ്ലാക്കി തന്നെ. എനിക്ക് ചെറിയ വിഷമമുണ്ട്, അതാണ് പിന്നെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ. എന്തായാലും നാളെ ആവട്ടെ, അന്നിട്ട് വേണം ഞാൻ കറക്റ്റ് കൺഫർമേഷൻ എന്താണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഫുള്ളായിട്ട് പറയണമെങ്കിൽ നമ്മൾ അപ്പോൾ അതുപോലെ അതാ സംഭവിക്കുമോ എന്നൊക്കെ നോക്കട്ടെ കുറച്ച്. സോ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയാണ് പറയുന്നത്, പക്ഷേ അതാണ് ബ്ലാക്കി ചിലപ്പോൾ ഇനി മുതൽ ഫ്രീക്കിൻ്റെ മൈൻ ആയിരിക്കത്തില്ല. എന്താണ് കാര്യം എന്നല്ല ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അല്ലാതെ വണ്ടിക്കൊരു പ്രശ്നമല്ലേ, വണ്ടി എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഒന്നുമല്ല കേട്ടോ. എൻ്റെ മുത്ത് കുട്ടവനാണ്, ഒരു പ്രശ്നമില്ലാത്ത പറക് സാധനമാണ്. എവിടെ ആര് കണ്ടാലും ഇതിനെ വായും പൊളിച്ച് നോക്കിയേക്കുമായിരുന്നു. അമ്മാതിരി മുതലാണ് എൻ്റെ, കാരണം അത്രയും ഇതാണ് ഞാൻ എൻ്റെ മുതൽ പണിയെടുത്ത് മപ്പാക്കിയല്ല കുട്ടപ്പനാക്കി കൊണ്ടുവന്നേ. സോ അപ്പോൾ എന്തായാലും മച്ചാന്മാർ അടുത്ത വ്ളോഗിന് വേണ്ടി നൈസായിട്ട് വെയിറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ ഓളാക്കി വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംഭവം എന്താണ് കാണാനും അറിയാനായിട്ടും പറ്റും. അപ്പോൾ ഇപ്പോൾ തന്നെ രാത്രിയായി, ജിമ്മിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഒരിക്കലും ബ്ലാക്കി ഫാൻസോ അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂക്ക് ഫാൻസ് മാത്രമല്ല, കാരണം എനിക്കറിയാം ഡ്യൂക്കിൻ്റെ ഫാൻസ് പോലെയല്ല കാറിനെന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ചെറിയ വീഡിയോസ് ഇടുമ്പോൾ തന്നെ വീഡിയോസൊക്കെ വൈറലാവുന്ന കമൻസ്, കാരണം കഴിഞ്ഞ് നമ്മൾ കാറിൻ്റെ റീൽസ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു വണ്ടീൻ്റെ പേജിൽ. അപ്പോൾ തന്നെ വരുന്ന കമൻറ്റൊക്കെ കണ്ടിട്ട് തന്നെ എനിക്ക് വിഷമമായി പോയി. സോ എന്തായാലും ഗൈസ് ചിലപ്പം ചില വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാനായിരിക്കും. വെയിറ്റ് ഫോർ ദ സർപ്രൈസ് ആൻഡ് ചെറിയ സാഡ് ന്യൂസ് എന്തായാലും നമ്മൾ ഉടനെ റിവീൽ ആക്കാട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ മറക്കണ്ട. കമൻറ്റ് ബോക്സിൽ ലിങ്കുകളൊക്കെ വെച്ചിട്ടുണ്ട്. സോ ബൈ ഗൈസ്, ഒരു കിടിലൻ വീഡിയോ വീണ്ടും കാണാം. ഒരു ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.